ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുണ്ണികളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 57-ാം വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: എലിസബത്തിന് പ്രസവ സമയമായി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. ദൈവം അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ മക്കൾ ആരാണ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. മക്കൾക്ക് കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ ഇങ്ങനെയാണ്. ഞാൻ ഒരിക്കൽ കൂടെ ആ വാക്യം പറയാം. എലിസബത്തിന് പ്രസവ സമയമായി. അവളൊരു പുത്രനെ പ്രസവിച്ചു. ദൈവം അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട ആരാണ് മക്കൾ? മക്കളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ്. മക്കളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിയ ഔദാര്യമാണ്. ആ ഒരു ചിന്ത മക്കളുള്ളവർക്കുണ്ടോ എന്ന് ഇന്ന് ചിന്തിക്കട്ടെ. ഇപ്പോഴുള്ളവരെ, വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ കാൽവരി ആശ്രമത്തിൽ ഒരു ധ്യാന പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാൻ നിൽക്കുമ്പോൾ, ഞാൻ ആദ്യത്തെ ഒരു സെഷൻ കഴിഞ്ഞ് ഞാൻ ആശ്രമത്തിലേക്ക് പോകുമ്പോൾ ഒരു സഹോദരി അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നെ കണ്ട എൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് എന്നോട് ചോദിച്ചു, അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കൂ. ഞാൻ ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് ചേച്ചി പ്രാർത്ഥിക്കേണ്ടത്? ഇപ്പോഴേക്ക് ആ ചേച്ചിയുടെ കണ്ണ് നിറഞ്ഞു. ആ ചേച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 16 കൊല്ലം കഴിഞ്ഞു. ഇതുവരെയും ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നില്ല. എന്തോരം കരഞ്ഞെന്നറിയൂ, എന്തോരം പ്രാർത്ഥിച്ചെന്നറിയൂ. ഞാൻ പോകാത്ത പുണ്യസ്ഥലങ്ങളില്ല, പങ്കെടുക്കാത്ത ധ്യാനങ്ങളില്ല, ചികിത്സിക്കാത്ത ആശുപത്രികളില്ല. ചികിത്സിച്ച് സമ്പാദ്യമെല്ലാം കഴിഞ്ഞു. എന്നിട്ടും ദൈവം എനിക്കൊരു ഉണ്ണിയെ തന്നില്ലല്ലോ. ഈ ചേച്ചി കരയുവാണ്. ഞാൻ ആ ചേച്ചി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ചേച്ചി സങ്കടപ്പെടേണ്ടതില്ല. എൻ്റെ സ്വന്തം ചേച്ചിക്ക് കല്യാണം കഴിഞ്ഞിട്ട് 9 കൊല്ലത്തിന് ശേഷമാണ് ദൈവം ഉണ്ണികളെ നൽകിയത്. ഇപ്പോൾ 2 മക്കളുണ്ട്. ചേച്ചിക്കും അതുപോലെ ദൈവം മക്കളെ നൽകും. ഞാൻ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളാം. ആ ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ അച്ഛനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് മക്കളുണ്ടാകാൻ വേണ്ടിയല്ല. ഞാൻ ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് പിന്നെ പ്രാർത്ഥിക്കേണ്ടത്? ചേച്ചി എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ ട്രെയിന് തലവയ്ക്കാൻ പോവച്ച. ഞാൻ ട്രെയിന് തലവയ്ക്കുമ്പോൾ വേദനയില്ലാണ്ട് എന്നെ കണ്ടാൽ തിരിച്ചറിയാത്ത വിധം ചതഞ്ഞരഞ്ഞു പോകാൻ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ചേച്ചിക്ക് എന്നെ കണ്ടപ്പോൾ ഞാനും കാലനും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് തോന്നിക്കാണും. എന്തായാലും ഞാൻ പറഞ്ഞു, എൻ്റെ ചേച്ചിയെ അതിനു വേണ്ടിയാണോ പ്രാർത്ഥിക്കേണ്ടത്? അതെന്താ അങ്ങനെ? മരിക്കാൻ പോവാണോ? എന്തിനാ മരിക്കണത്? ചേച്ചിക്ക് ഭർത്താവില്ലേ, ചേട്ടനില്ലേ? ആ ചേച്ചി പറഞ്ഞു, ഉവ്വ്. ഭർത്താവിന് ചേച്ചിയോട് സ്നേഹവും ഇല്ലേ? ആ ചേച്ചി പറഞ്ഞു, സ്നേഹവും ഉണ്ടായിരുന്നു. അതെന്താ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇപ്പം ഇല്ലേ? ആ ചേച്ചിയുടെ സംഭവം എന്നോട് ഇങ്ങനെ പറഞ്ഞു. ചേച്ചിയുടെ ഭർത്താവ് ഇപ്പോഴും പറയും, മോളെ, നമുക്ക് എന്തിനാടി മക്കള്? എനിക്കുണ്ണി നീ, നിനക്കുണ്ണി ഞാൻ. നമ്മൾ 2 മക്കൾ മതി. നമുക്കിടയിൽ വേറൊരു ഉണ്ണി വന്നാൽ നിനക്കിപ്പോഴുള്ള എന്നോടുള്ള സ്നേഹമൊക്കെ കുറയും. വേണ്ട. ഇങ്ങനെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമായിരുന്നു. എങ്കിലും കഴിഞ്ഞ 13 കൊല്ലമായി ഇൻഫെർട്ടിലിറ്റി ഹോസ്പിറ്റലുകൾ മാറി മാറി ചികിത്സയാണ്. കഴിഞ്ഞ മാസം പതിവുള്ള പരിശോധനയ്ക്ക് ഞങ്ങൾ ചികിത്സിക്കുന്ന ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർമാർ പതിവിൽ കവിഞ്ഞ പരിശോധന, ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 2ആളെയും മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരണ്ട. ഭർത്താവ് ചോദിച്ചു, എന്തേ, അവൾക്ക് വിശേഷമായോ? അവൾ പറഞ്ഞു, അതല്ല വിശേഷം, സങ്കടകരമായൊരു വിശേഷമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അദ്ദേഹത്തോട് അവർ പറഞ്ഞു, നിങ്ങൾക്ക് വൈദ്യശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ ഒരു ഉണ്ണി ഉണ്ടാവുക എന്ന് പറയുന്നത് സങ്കടമാണ്. പ്രശ്നം ഇവൾക്കാണ്. ഇവൾക്ക് ശാരീരികമായി ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാനുള്ള സാധ്യതകളില്ല. ഇവള് വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ മുമ്പേ അറിഞ്ഞതാണ്. പിന്നെ ഞങ്ങളിത് പറയാതിരുന്നു. കുറച്ചുകൂടി പ്രായമാകട്ടെ, ഇത്തിരി കൂടി ഏജ് ആകട്ടെ, ഡൈവേഴ്സിനെ കുറിച്ചോ മറ്റൊന്നും ചിന്തിക്കാത്തൊരു കാലമാകട്ടെ എന്ന് കരുതി. പക്ഷേ നിങ്ങൾ 2ആളും ചിരിച്ചു കളിച്ച് സന്തോഷത്തോടെ വരുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നി, ഇനി ഇത് വെച്ച് നീട്ടേണ്ടതില്ല, പറയാം. വി ആർ എക്സ്ട്രീംലി സോറി, വി ആർ ഹെൽപ്ലെസ് ആൻഡ് ഹോപ്പ്ലെസ്. ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെ മിറക്കിൾ എന്ന് പറയാം. മിറക്കിൾ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടപാടെ ആ സഹോദരിയുടെ ഭർത്താവ് തലചുറ്റി വീണു. കുറേ നേരം ട്രിപ്പൊക്കെ കയറ്റി കിടന്നിട്ടാണ് ഓർമ്മ വന്നത്. അതിനുശേഷം അവർ വൈകുന്നേരമായപ്പോൾ യാത്രയാക്കി. രണ്ടുപേരും കൂടെ ആശുപത്രിയുടെ പുറത്തേക്ക് എത്തിയപ്പോൾ ഭർത്താവ് പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാം. അവൾ ചോദിച്ചു, ചേട്ടനെങ്ങടാ?
നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞില്ലേ. പരിചയമില്ലാത്ത സ്ഥലത്ത് ചേട്ടൻ എങ്ങോട്ടാ? നിന്നോടല്ലേ പറഞ്ഞത്. അതൊക്കെ ശോഭിച്ചു. ആദ്യമായിട്ടാണ് ഭർത്താവ് അവളോട് ശോഭിക്കുന്നത്. പെട്ടെന്ന് അവൾ പറഞ്ഞു, ചേട്ടൻ എങ്കടാ? ഞാൻ ഇവിടെ നിന്നോട് നിൽക്കാൻ പറഞ്ഞില്ലേ, നീ ഇവിടെ നിൽക്കുക, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു ഓട്ടോറിക്ഷ കയറിപ്പോയി. ഒരു 3 മണിക്കൂറോളം ഈ ചേച്ചി അവിടെ നിന്ന് കരഞ്ഞു. 3 മണിക്കൂറിന് ശേഷം ഈ മനുഷ്യൻ കുടിച്ചു കൂത്താടി തിരിച്ചു വന്നു. അവൾ പറഞ്ഞു, അന്ന് തുടങ്ങിയതാണ് അച്ഛാ എൻ്റെ സങ്കടം. എൻ്റെ ചേട്ടൻ ഇപ്പോൾ എന്നെ കാണുന്നത് ദേഷ്യമാണ്. ചേട്ടൻ എപ്പോഴും പറയും, നീ ഒന്ന് ചത്തു തരൂ. നീ ചത്ത് കിട്ടിയാൽ വേറെ കല്യാണം കഴിച്ച് എനിക്ക് ആ സ്ത്രീയിൽ ഒരു ഉണ്ണി ഉണ്ടാവില്ലേ. എനിക്കുള്ള ഒരു ആഗ്രഹം, ഒരു ഉണ്ണി ഉണ്ടാകണം, പ്രായമാകും എന്നെ നോക്കാൻ ഒരാളുണ്ടാകണം, എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകണം, ആദ്യ കുർബാന സ്വീകരണം നടത്തണമെന്നൊക്കെ. അതിന് നീയല്ലേ തടസ്സം? ഡോക്ടർമാർ പറഞ്ഞില്ലേ നിനക്ക് വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നു, നിനക്ക് അതിന് സാധ്യതകളില്ലെന്ന്. നീയല്ലേ പ്രശ്നം. നിന്നെ ഞാൻ 16 കൊല്ലം സ്നേഹിച്ചില്ലേ, പോരെ, നീ ഒന്ന് ചത്തു തരുമോ എന്ന് ചോദിച്ച് ചേട്ടൻ എന്നും കുടിച്ചു വന്ന് എന്നെ തല്ലു അച്ഛ. എന്നെ മുടിക്കുത്തുമ്പോൾ പിടിച്ചിടിക്കും, പുറത്ത് മാന്തും. കഴിഞ്ഞ ദിവസം ഇന്നലെ എന്നെ ചേട്ടൻ മുടിക്കുത്തുമ്പോൾ പിടിച്ച് പിന്നെ അമ്പുറത്തെ വാതിൽ തുറന്ന് ഭിത്തിയിൽ കൊണ്ടുപോയി ഇടി. കണ്ട അച്ഛ, എൻ്റെ തല പൊട്ടിയത് കണ്ട. എൻ്റെ ചേട്ടൻ എന്നെ ഇടിച്ചു. പെട്ടെന്ന് തരിച്ചുപോയി. ഞാൻ കണ്ണു മഞ്ഞളിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ട് ചേട്ടൻ അകത്തേക്ക് പോണു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഒറ്റയ്ക്ക് വാതിലടക്കല്ലേ, എനിക്ക് പേടിയാ. ചേട്ടൻ രാത്രി വാതിൽ തുറന്നില്ല അച്ഛാ. ഞാൻ രാത്രി മുഴുവനും വരാന്തയിൽ അമർന്ന് കിടന്നു. ചിലപ്പോൾ പട്ടിയൊക്കെ വന്നു. എനിക്ക് പേടിയായി. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. ഞാൻ വിചാരിച്ചു ചേട്ടൻ തുറക്കുമെന്ന്. ചേട്ടൻ തുറന്നില്ല അച്ഛാ. രാവിലെ ആവാറായപ്പോൾ ഞാൻ ചിന്തിച്ചു, ചേട്ടൻ എന്നോട് പറയാറുണ്ട്, നീ എവിടെയെങ്കിലും പോയി ചത്ത് തരണം, ഇല്ലേ ഞാൻ നിന്നെ തല്ലിക്കൊന്ന് കിണറ്റിൽ തള്ളുമെന്ന്. നീ ഏതെങ്കിലും കിണറ്റിൽ ചാടി ചത്തൂടെ എന്ന്. ഞാൻ വിചാരിച്ചു, എൻ്റെ ചേട്ടൻ പാവം അച്ഛാ. ചേട്ടനെ ഈ 1 മാസം മുമ്പ് വരാൻ ഒരിക്കൽ പോലും നുള്ളി പോലും വേദനിപ്പിച്ചിട്ടില്ല. അങ്ങനെയുള്ളൊരു ചേട്ടൻ ആദ്യമായിട്ട് എന്നോടൊരു കാര്യം ചോദിച്ചാൽ ചത്ത് തരുമെന്ന്. അച്ഛാ, എൻ്റെ ചേട്ടന് ഉണ്ണികൾ ഉണ്ടാവാൻ വലിയ ആഗ്രഹമുണ്ട്. അതിന് തടസ്സം ഞാനല്ലേ. ഞാൻ ചത്തു കൊടുത്താൽ എൻ്റെ ചേട്ടന് വേറെ കല്യാണം കഴിക്കാമല്ലോ. എൻ്റെ ചേട്ടൻ എന്നെ കൊല്ലുകയാണെങ്കിൽ പിന്നെ ജയിലിൽ പോയി കിടക്കേണ്ടി വരില്ലേ. വേണ്ട, എൻ്റെ ചേട്ടൻ ജീവിച്ചോട്ടെ. അങ്ങനെ കരുതി ഈ ചേച്ചി കിണറ്റിൽ ചാടാമെന്ന് കരുതി. പിന്നെ വിചാരിച്ചു, എന്നെ ഈ ലോകത്തിൽ ഇനി ആരും കാണണ്ട. ഈ ചേച്ചി വിചാരിച്ചു, ട്രെയിന് തലവെച്ച് അനാഥപ്രേതമാണെന്ന് കരുതി ഏതെങ്കിലും പൊതു സെമിത്തേരിയിൽ കൊണ്ടുപോയി എന്നെ മറവ് ചെയ്തോളും. ഇനി ഈ ചേച്ചി അവിടെ നിന്ന് ട്രെയിൻ കയറി. ഈ ചേച്ചി തൃശ്ശൂർ വന്നിറങ്ങി. തൃശ്ശൂർ ട്രെയിൻ വരുമ്പോൾ ട്രെയിന് തല വയ്ക്കാൻ ട്രെയിന് മുമ്പിലേക്ക് ചാടാൻ വേണ്ടി നിൽക്കുമ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ, ഓരോ ട്രെയിൻ വരുമ്പോൾ ഞാൻ വിചാരിക്കും അടുത്ത ട്രെയിൻ വരുമ്പോൾ ചാടാം, അടുത്ത ട്രെയിൻ വരുമ്പോൾ ചാടാം. എനിക്ക് ട്രെയിനെ പേടി അച്ഛാ. എനിക്ക് മരിക്കണ്ട. എനിക്കൊരു ഉണ്ണിയെ കിട്ടിയിരുന്നു എങ്കിൽ എനിക്ക് മരിക്കണ്ടായിരുന്നു. എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമായിരുന്നു. ഈ ചേച്ചി കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ ധ്യാനത്തിന് വന്ന ചേട്ടിമാർ എൻ്റെ പന്തികേട് കണ്ട് എന്നെ പിടിച്ചു ബലായി കൊണ്ടുവന്നത് അച്ഛാ. എനിക്ക് ഇവിടെ ഇരുന്ന് ധ്യാനിക്കാൻ പറ്റണില്ല അച്ഛാ. ഞാനിന്ന് മടങ്ങിച്ചെന്നാൽ എൻ്റെ ചേട്ടൻ എന്നെ തല്ലിച്ചതക്കി. എനിക്ക് പേടിയാ. ഇന്ന് എനിക്ക് പോകാനാവില്ല അച്ഛൻ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്ക്, ഞാൻ മരിക്കാൻ പോവാ. ഞാൻ ആ ചേച്ചിയുടെ തലയിൽ കൈവച്ച് ഞാനിങ്ങനെ പറഞ്ഞു, ചേച്ചി, ക്രിസ്തുനാമത്തിൽ ഞാൻ ചേച്ചിയോട് പറയുന്നു, ചേച്ചിയുടെ കണ്ണീര് കണ്ട ദൈവം ചേച്ചിക്ക് അടുത്ത വർഷം ഇതേ സമയമാകുമ്പോഴേക്കും ഒരു ഉണ്ണിയെ നൽകും. ഞാനതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ചേച്ചി മരിച്ചു കഴിഞ്ഞാൽ ആ ഉണ്ണീനെ ആരെ ഏറ്റുവാങ്ങാ? ഞാൻ മരിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. ചേച്ചി എന്നോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിനൊരു നല്ല ഉണ്ണിയെ തരാൻ സങ്കടമാണെങ്കിൽ വേണ്ട അച്ഛ. ഒരു മന്ദബുദ്ധിയായ ഉണ്ണിയെങ്കിലും, ഒരു നിത്യരോഗിയായ ബെഡ് റിഡനായിട്ടുള്ളൊരു ഉണ്ണിയെങ്കിലും ദൈവത്തിന് എനിക്ക് തന്നുകൂടെ? എൻ്റേതെന്ന് പറയാൻ, എനിക്കെന്ന് പറയാൻ, ഈ ജീവിതം കൊണ്ടൊരർത്ഥം ഉണ്ടാകാൻ ഒരു മന്ദബുദ്ധിയായ ഉണ്ണിയെങ്കിലും എനിക്ക് തന്നുകൂടെ? അതുപോലെ കിട്ടാതിരിക്കാൻ ഞാൻ എന്ത് പാപം അച്ഛ ചെയ്തത്, എന്ത് ശാപം എനിക്ക് കിട്ടിയത് എന്ന് ചോദിക്കല്ല. ചേച്ചി ഒറ്റ ഓട്ടമാണ്. ഞാൻ പിന്നാലെ ഓടി, ചേച്ചിയെ നിൽക്ക് ചേച്ചിയെ. ആ ചേച്ചി മരിക്കാൻ വേണ്ടിയുള്ള ഓട്ടമാണ്. ആളുകൾ ചോദിച്ചു, എന്താ അച്ഛനും ചേച്ചിയും കൂടി ഓട്ടപ്രാന്തി? ഞാൻ പറഞ്ഞാൽ ചേച്ചി മരിക്കാൻ പോവാ, ചേച്ചിനെ പിടിക്ക്. എല്ലാവരും കൂടെ ഓടി. പക്ഷെ തൃശ്ശൂർ പൂത്തോള് എത്തിയപ്പോൾ ആ ചേച്ചി പെട്ടെന്ന് വഴുതി രക്ഷപ്പെട്ട് കളഞ്ഞു. ആ ചേച്ചി ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടോ, മരിച്ചോ, മക്കളുണ്ടായോ, ഭർത്താവ് ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ടോ, തല്ലിച്ചതയ്ക്കുന്നുണ്ടോ, ഒന്നും എനിക്കറിയത്തില്ല. ഇന്ന് ഞാൻ ആ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോഴുള്ളവരെ, ഞാനിത് നിങ്ങളോട് പറഞ്ഞത്, ആ ചേച്ചി ചോദിച്ചൊരു ചോദ്യം ഇതാണ്, ഞാനെന്ത് പാപം ചെയ്തിട്ടാണ്, ശാപം കിട്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയത്, എനിക്ക് മക്കളെ കിട്ടാതെ പോയത്?
ഒരു മന്ദബുദ്ധിയായ ഉണ്ണിയെങ്കിലും, ഒരു തളർന്നു കിടക്കുന്ന ഒരു ഉണ്ണിയെങ്കിലും ദൈവത്തിന് എന്നോട് തന്നുകൂടെ? അതുപോലും തരാതിരിക്കാൻ തമ്പുരാന് കാരുണ്യം കാണിക്കാനാവില്ലേ എന്ന് ചോദിക്കുന്ന സഹോദരിയുടെ മുമ്പിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ആ ചേച്ചിക്ക് മക്കളില്ലാതെ പോയത്? ഇപ്പോഴുള്ളവരെ മക്കളില്ലാതെ കരയുന്ന കുറേയേറെ മനുഷ്യരുടെ ഒരു ലോകമല്ലേ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, മക്കളില്ലാതെ കരയുന്ന സഹോദരി സഹോദരന്മാരുടെ വിശുദ്ധിയുടെ, പുണ്യത്തിൻ്റെ, പ്രാർത്ഥനയുടെ, നന്മയുടെ നാലായിലത്ത് മക്കളിൽ ഉള്ള നമ്മളിൽ പലരും എത്തത്തില്ല. എന്നിട്ടും എന്തേ ഒത്തിരി നല്ല മനുഷ്യരായിട്ട് അവർക്കങ്ങനെ, ഒത്തിരി പാപികളും ബലഹീനരായിരുന്നിട്ട് നമുക്ക് മക്കളെ നൽകിയല്ലോ എന്ന് ചിന്തിച്ചാൽ ഞാൻ എൻ്റെ കൊച്ചു ബുദ്ധി കൊണ്ട് ഇങ്ങനെ പറയാറുണ്ട്, ദൈവം അവരേക്കാൾ വലിയ ഔദാര്യം, ദയ, കരുണ, കാരുണ്യം നമ്മളോട് കാണിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 57-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ് മക്കൾ. പ്രിയമുള്ളവർ, ആ കാരുണ്യം ഏറ്റുവാങ്ങിയ മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ ദൈവത്തോട് നന്ദി പറയാറുണ്ടോ? ദൈവം എന്നോട് കാണിച്ച വലിയ ഔദാര്യമാണ് ഇതെന്ന് നമ്മൾ തിരിച്ചറിയാറുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മളൊക്കെ കരുതിയിരിക്കുന്നത് മക്കളെന്ന് പറയുന്നത് നമ്മുടെ കുടുംബ മഹിമ കൊണ്ട്, നമ്മുടെ പുണ്യങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടിയതാണെന്നാണ്. പ്രിയമുള്ളവരെ, കുടുംബ മഹിമയോ സമ്പത്തോ സൗന്ദര്യമോ ഒന്നുമല്ല. ഇതൊക്കെ ഉള്ള എത്രയോ മക്കളില്ലാതെ കരയുന്നുണ്ട്. അപ്പോൾ അതൊന്നുമല്ല, നമ്മുടെ പുണ്യത്തിൻ്റെ വലുപ്പം പോലും അല്ല, ദൈവത്തിൻ്റെ ഔദാര്യമാണെന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് വെറും മക്കളെയല്ല നൽകിയിട്ടുള്ളത്, ദൈവം നമുക്ക് നല്ല മക്കളെ നൽകി. അത്താണിയിൽ ഒരു പീസോം എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട് തൃശ്ശൂർ. അവിടെ ഞാൻ ഒരിക്കൽ പോയപ്പോൾ അപ്പനും അമ്മയും ഫ്ലാറ്റിൽ നിന്ന് വീണ് തകർന്നു പോയ ഒരു കുഞ്ഞുമോള് അവിടെ ഉണ്ട്, ബെഡ് റിഡനായിട്ട്. ആ കുഞ്ഞുമോളെ അടുക്കലേക്ക് ഒരു പ്രാവശ്യം ചെന്നപ്പോൾ ആ കുഞ്ഞുമോളുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് സിസ്റ്റർ എന്നോട് പറഞ്ഞു, അച്ഛാ ഇന്ന് കുഞ്ഞാവയുടെ ബർത്ത്ഡേ ആണ്, അച്ഛൻ ചെലവ് ചോദിച്ചോ? ഞാൻ അവളോട് ചോദിച്ചു, അവേ ഇന്ന് ബർത്ത്ഡേ ആണോ? അവൾ പറഞ്ഞു, അല്ല അച്ഛാ. ഞാൻ പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞല്ലോ ബർത്ത്ഡേ ആണെന്നാണോ അവേ? അല്ല അച്ഛാ. ഞാൻ പറഞ്ഞു, ആരാ കള്ളം പറഞ്ഞത്, സിസ്റ്ററാണോ കുഞ്ഞാവയാണോ? അവൾ പറഞ്ഞു, ഞാനാ. ഞാൻ ചോദിച്ചു, എന്തിനാ കള്ളം പറഞ്ഞത്? അവൾ പറഞ്ഞു, അച്ഛൻ ചെലവ് ചോദിക്കുമെന്ന് പേടിച്ചാ. ഞാൻ വിചാരിച്ച എൻ്റെ ഡാഡിയും മമ്മിയും എൻ്റെ ചേച്ചിമാരും അനിയത്തിക്കുട്ടിയും ഇന്ന് എന്നെ കാണാൻ വരുമെന്ന്. അവരിതുവരെയും വന്നില്ല. ആദ്യമൊക്കെ ആഴ്ചയിൽ വരാറുന്നു, പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ കാണാൻ വന്ന്, പിന്നെ 3 ആഴ്ച, പിന്നെ 4 ആഴ്ച, ഇപ്പോൾ 2 മാസം കൂടുമ്പോൾ, 3 മാസം കൂടുമ്പോൾ, 6 മാസം കൂടുമ്പോൾ, ഇപ്പോൾ 7 മാസമായിട്ട് ഡാഡിയും മമ്മിയും വന്നിട്ടില്ല. അവർ വരാണെങ്കിൽ ചെലവ് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, കുഞ്ഞാവ് ചെലവ് ചെയ്യേണ്ട, അച്ഛൻ ചെലവ് ചെയ്യാം. എന്താണോ കുഞ്ഞാവയ്ക്ക് വേണ്ടത് അത് ഈ വാർഡിലുള്ള എല്ലാ ഉണ്ണികൾക്കും വാങ്ങാം. വേഗം പറ, എന്താ വേണ്ടേ? ഐസ്ക്രീം ആണോ ചോക്കോബാറാണോ? അവൾ എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്കൊന്നും വേണ്ട, അച്ഛനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് കുഞ്ഞാവയെ പ്രാർത്ഥിക്കേണ്ടത്? അവൾ പെട്ടെന്ന് അവളുടെ കട്ടിലിൻ്റെ തൊട്ട് 2 കട്ടിലപ്പുറത്തുള്ള ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. അവൾ ആ പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ആ ചേച്ചീനെ പോലെ ഇരിക്കാൻ പറ്റാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി. ഇവൾ കിടപ്പിലാണ്, ഇവൾക്ക് ഇരിക്കാനാകണില്ല. ഞാൻ ചോദിച്ചു, അതെന്താ കുഞ്ഞാവേ, ഇരിക്കാൻ മാത്രം പറ്റിയാൽ മതിയോ? ഓടും ചാടും നടക്കൊന്നും വേണ്ടേ? ഇരിക്കാൻ മാത്രം പറ്റിയാൽ മതിയോ? അവൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഇരിക്കാൻ മാത്രം പറ്റിയാൽ മതി. ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ? അവൾ എന്നോട് പറഞ്ഞു, എന്നോട് ഇവിടെയുള്ള സിസ്റ്റർമാരും അറിഞ്ഞല്ലോ, എനിക്ക് ചേച്ചിയുടെ പോലെ ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ എന്നെ വീൽ ചെയറിലിരുത്തി പെരുങ്ങണ്ടൂരുള്ള സ്കൂളിൽ കൊണ്ടുപോകാമെന്ന്. അപ്പോൾ എനിക്ക് സ്കൂളിൽ പോവാലോ, എനിക്ക് കൂട്ടുകാരികളെ കിട്ടൂലോ, എനിക്ക് ടീച്ചർമാരെ കിട്ടൂലോ, ബസ്സുകൾ കാണാലോ, മരങ്ങൾ കാണാലോ, കിളികളെ കാണാലോ, ആ വെളിച്ചം കാണാലോ. അതിനെനിക്ക് ഇരിക്കാൻ പറ്റണം. ഞാൻ എന്തോരം നോക്കിയിട്ട് എനിക്ക് പറ്റണില്ല. അച്ഛനക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ, ഇരിക്കാൻ പറ്റാൻ. പ്രിയമുള്ള എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഒരു കുഞ്ഞുമോളുടെ ജീവിതത്തിലേക്ക് കൊതി എന്ന് പറയണത് ഒന്ന് ഇരിക്കാൻ പറ്റണേ എന്നാണ്. ഓടാനും ചാടാനും നടക്കാനും പറ്റുന്ന നമ്മളൊന്ന് അറിയട്ടെ. നമ്മളെ ദൈവത്തിൻ്റെ വലിയ ഔദാര്യമല്ലേ. ദൈവം നമുക്ക് വെറും മക്കളെ അല്ലല്ലോ തന്നത്, ഓടാനും ചാടാനും ഇരിക്കാനും പറ്റുന്ന മക്കളെയല്ലേ നൽകിയത്. എൻ്റെ തൊട്ടപ്പുറത്ത് മേഴ്സി ഹോം എന്ന് പറയുന്ന മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള, റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു സ്ഥാപനമുണ്ട്. ഇടയ്ക്ക് ഞാൻ അവിടെ പോകുമ്പോൾ ഒരു പ്രാവശ്യം ഒരു ഉണ്ണി തലകുനിച്ചിരിക്കുക. ബാക്കിയെല്ലാ കുട്ടികളും സ്റ്റഡി ടൈമിൽ ഓടി വന്ന് അച്ഛാ അച്ഛാ എന്നൊക്കെ പറഞ്ഞ് ബഹളമാണ്. ഒരു മോൻ മാത്രം കമിഴ്ന്നടിച്ചിരുന്ന് പഠിക്കുവാണ്. ഡയറക്ടർ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛാ ഇവൻ
വന്നിട്ട് എന്നെ മൈൻഡ് ചെയ്തതേ ഇല്ല. ഇവനാണോ നമ്മുടെ ഈ മന്ദബുദ്ധി വിദ്യാലയത്തിലെ 1ാം റാങ്കുകാരൻ? എന്താ അവൻ്റെ പഠനം? അച്ഛൻ പറഞ്ഞു, അവൻ്റെ ഇരിപ്പ് കണ്ടാൽ ആ യേസിന് ഒരുങ്ങാന്ന് തോന്നൂലേ. ഒരു കോടീശ്വരനായ ഒരു മനുഷ്യൻ്റെ കോടിക്കണക്കിന് സ്വത്ത് പിത്രാവകാശമുള്ളൊരു മോന. പാവം, എന്ത് ചെയ്യാം? അവൻ ഐക്യൂ ഇല്ല. പഠിക്കുന്ന ആഗ്രഹമുണ്ട്. ഇപ്പോൾ 2 മണിക്കൂറായി സ്റ്റഡി തുടങ്ങിയിട്ട് ഒരു വാക്ക് പഠിച്ചിട്ടുണ്ടാകില്ല. അച്ഛൻ അവൻ്റെ തലയിൽ കൈക്കൊണ്ട് ഇങ്ങനെ ആക്കിയപ്പോൾ പെട്ടെന്ന് അവൻ അച്ഛൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി, എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി, വീണ്ടും തല കുനിച്ചിരുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ ഒരു മന്ദബുദ്ധിയായി സൃഷ്ടിച്ചില്ലല്ലോ. പ്രിയമുള്ളവരെ, നമ്മളൊന്നും ചെയ്ത പുണ്യം കൊണ്ടോ അവർ ചെയ്ത ശാപം കൊണ്ടൊന്നും അങ്ങനെ ആയതൊന്നുമല്ല. പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് അവരങ്ങനെ നമ്മളിങ്ങനെയെന്ന് ചോദിച്ചാൽ ദൈവം അവരെക്കാൾ വലിയ ഔദാര്യം നമ്മളോട് കാണിച്ചു എന്നേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഞാൻ അത്താണിയിൽ തന്നെ ഒരു JMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്, ഇൻ്റഗ്രേറ്റഡ് ഫോർ ദ ബ്ലൈൻഡ്. ഞാൻ അവിടെ പോയി ക്ലാസ് എടുക്കാൻ പോയിപ്പോൾ ഒരു കുട്ടി എൻ്റെ അടുക്കൽ വന്നു, രാഹുൽ. അവൻ എന്നോട് പറഞ്ഞു, ഫാദറിൻ്റെ പേരെന്നാ? ഞാൻ പറഞ്ഞു, ലിജോ. എൻ്റെ പേരെന്താണെന്നറിയോ? ഞാൻ ചോദിച്ചു, മോൻ്റെ പേരെന്നാ? അവൻ പറഞ്ഞു, രാഹുൽ. ഫാദറിന് രാഹുലിന് ഇഷ്ടമായോ? ഞാൻ പറഞ്ഞു, ഇഷ്ടമായോ എന്നോ? എനിക്ക് നല്ല ഇഷ്ടമായി. എന്നിട്ട് എന്താ ഫാദർ മിഠായി തരാത്തത്? അപ്പോഴെനിക്ക് മനസ്സിലായത് അവൻ മിഠായിക്ക് വേണ്ടി എന്നോട്. അന്ന് അവന് കാഴ്ചയുണ്ട്. കാഴ്ചയുള്ള മക്കൾ, കാഴ്ചയില്ലാത്ത മക്കൾ കാഴ്ചയുള്ളവരുടെ കൂടെ പഠിക്കുന്നൊരു വിദ്യാലയമാണ്. അങ്ങനെ ഞാൻ എന്ന് ചെല്ലുമ്പോഴും മിഠായി ചോദിക്കുക, ഓടി വരികയും വർത്താനം പറയുന്നൊരു മാൻ. ഞാൻ അതിന് ശേഷം ഉപരിപഠനത്തിന് പോയി ഞാൻ തിരിച്ചു വരുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവിടെ ചെന്നു. അന്ന് അവിടുത്തെ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു, ഫാദറിന് രാഹുലിന് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, മിഠായി കൊതിയൻ. അവൻ്റെ കാര്യം വലിയ പത്തറ്റിക്കായി. ഞാൻ ചോദിച്ചു, എന്തേ? അവൻ്റെ ഹിസ്റ്ററി അച്ഛനറിയോ? അവൻ്റെ ഡാഡിക്ക് കണ്ണ് കാണത്തില്ല, അവൻ്റെ മുത്തച്ഛന് കണ്ണ് കാണത്തില്ല, അവൻ്റെ പാപ്പന് കണ്ണ് കാണത്തില്ല, 3 പേർക്കും കണ്ണ് കാണത്തില്ല. +2 വരെ അവർക്കൊക്കെ കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നു. പക്ഷേ കണ്ണിലേക്ക് പോകുന്ന വെയിൻ സിസ്റ്റത്തിന് ഏതോ അജ്ഞാതമായ വൈറസ് തിന്ന് ഡിസ്കണക്ട് ചെയ്ത് കാഴ്ച നഷ്ടപ്പെടുത്തുന്ന രോഗം. അച്ഛൻ ഇതിന് ലോകത്തിൽ ഇന്ന് വരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. മാത്രമല്ല, ഇതൊരു പാരമ്പര്യ രോഗമാണ്, ഹെറിഡിറ്ററി ട്രൈറ്റ്സ് ഉണ്ട്. അങ്ങനെ രാഹുലിൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി. വലിയ സങ്കടമായി. അവൻ 10th സ്റ്റാൻഡേർഡാണ്. അവനിപ്പോൾ, ഞാൻ ചോദിച്ചു, അവൻ എവിടെയാ? അവൻ ഹോസ്റ്റലുണ്ട്. ഈ അടുത്ത് ചോദിച്ചു, അച്ഛൻ വരാറില്ല, എൻ്റെ വിശേഷം അറിഞ്ഞില്ല, എന്താ അച്ഛൻ എന്നെ കാണാൻ വരാത്തതെന്ന്? ഒന്ന് കണ്ടാലോ? ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവൻ ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് പഠിക്കുവാണ്. പെട്ടെന്ന് പ്രിൻസിപ്പൽ സിസ്റ്റർ വിളിച്ചു, രാഹുൽ. ആ പ്രിൻസിപ്പൽ സിസ്റ്റർ, ബാ എൻ്റെ കൈമ പിടിക്കി, എന്നെ കൈമ പിടിക്കി. എവിടെയാ? എന്നെ പറ്റിക്കണ്ടാട്ടാ, ഈ കണ്ണ് കാണില്ല എന്ന് വെച്ച് ഞാൻ അവിടെ വെച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് സിസ്റ്റർ പറഞ്ഞു, ഇന്ന് എൻ്റെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ടല്ലോ, ആരാണെന്ന് പ്രെഡിക്റ്റ് ചെയ്താൽ രാഹുലിന് ഇപ്പോൾ തന്നെ 2 ചോക്ലേറ്റ് തരും. അവൻ പറഞ്ഞു, അതിന് എനിക്ക് കണ്ണ് കാണില്ലല്ലോ, ആരാ വന്നതെന്ന് കാണാൻ. ആരാ വന്നേക്കണേ? സംസാരിക്കാണേ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാം. ആരാ വന്നേക്കണേ? എന്നോട് സംസാരിക്ക്, രാഹുലിനോട് സംസാരിക്ക്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, രാഹുൽ. ആ അച്ഛനാണോ? അച്ഛാ, ബാ എൻ്റെ കൈമ പിടിക്ക്, എന്നെ പിടിക്ക്. അച്ഛാ, ഞാൻ വലിയ കുട്ടിയായ, അച്ഛൻ വണ്ണം വെച്ച, അച്ഛൻ എന്താ എന്നെ മറന്നേ? അച്ഛൻ എന്താ ഇത്ര നാളും കാണാൻ വരാണ്ടിരുന്നേ? എനിക്ക് അച്ഛനെ കാണാൻ പറ്റണില്ലല്ലോ. രാഹുലിൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി. വാവിട്ട് കരയാൻ തുടങ്ങി. ഞാൻ എന്തു പറയണമെന്നറിയാതെ ഞാൻ വിഷമിച്ച് നിൽക്കുമ്പോൾ സിസ്റ്റർ ഓരോന്നൊക്കെ പറഞ്ഞു. ഇവിടുന്ന് സിസ്റ്റർ പറഞ്ഞു, ക്ലാസ്സിന് സമയമായി, നമുക്കത് കഴിഞ്ഞിട്ട് വരാം. ഞാൻ അവനോട് പറഞ്ഞു, രാഹുൽ ഞാൻ പോകട്ടെ, ഞാൻ വരാം. അവൻ എന്നോട് പറഞ്ഞു, അച്ഛനെ പറ്റിക്കോ? ആലപ്പുഴയിൽ അവൻ്റെ വീട്. അവൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് 10th സ്റ്റാൻഡേർഡ് എക്സാം കഴിഞ്ഞാൽ എന്നെ ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകും. അപ്പോൾ എനിക്ക് കണ്ണ് കാണാത്ത കാരണം അച്ഛനെ കാണാൻ വരാൻ പറ്റില്ലല്ലോ. അച്ഛനെ മറക്കൂ? അച്ഛൻ എന്നെ ഇടയ്ക്ക് കാണാൻ വരൂ എന്ന് പ്രോമിസ് ചെയ്യച്ചാ, എന്നെ കാണാൻ വരണം. രാഹുലിനെ മറക്കരുത് കേട്ടാ. എനിക്ക് കാഴ്ചയില്ലാത്ത കാരണല്ലേ, കാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നോ? പ്രിയമുള്ളവരെ, എന്തോരം മക്കളാണ് കാഴ്ചയില്ലാതെ സങ്കടപ്പെടുന്നത്. എന്തോരം മക്കളാണ് ബുദ്ധിയില്ലാതെ മന്ദബുദ്ധികളെ പോലെ ജീവിക്കുന്നത്. എന്തോരം മക്കളാണ് നിത്യരോഗികളായി ഉള്ളത്. ദൈവം നമ്മളെ അങ്ങനെയൊന്നും ആക്കിയില്ല. അങ്ങനെയുള്ള മക്കളെ ദൈവം നമുക്ക് നൽകിയില്ല. എന്തുകൊണ്ട് അവരങ്ങനെയായി, നമ്മളിങ്ങനെയായി എന്ന് ചോദിച്ചാൽ ഞാൻ വീണ്ടും പറയും, ദൈവം നമ്മളോട് വലിയ കാരുണ്യം കാണിച്ചു. പ്രിയമുള്ളവരെ, ബോബി ജോസച്ചൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഭിക്ഷ കൊടുക്കുന്ന, ധർമ്മം കൊടുക്കുന്ന, പിച്ച കൊടുക്കുന്ന ഓരോ മനുഷ്യനും അറിയട്ടെ, ഭിക്ഷ കൊടുക്കുന്ന ഞാൻ, പിച്ച കൊടുക്കുന്ന ഞാൻ, ധർമ്മം കൊടുക്കുന്ന ഞാൻ, ദൈവം എന്ന് പറയുന്ന വലിയൊരു ഔദാര്യവാന്റെ ദയയുടെ, കരുണയുടെ, ഭിക്ഷയുടെ ഹോൾസെയിലാണെന്ന്. പ്രിയമുള്ളവരെ, ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, തൃശ്ശൂർ പടവരാട്
ഒരു ബദിരമൂഖ വിദ്യാലയമുണ്ട്. അവിടുത്തെ മക്കളാണ്. ഞാൻ ബൈബിൾ അപ്പസ്ലേറ്റിൻ്റെ ചാർജുള്ള അച്ഛനായിരുന്നപ്പോൾ അവിടുത്തെ ബൈബിൾ അപ്പസ്ലേറ്റ് അവാർഡ് ഡേക്ക് സമ്മാന വിതരണത്തിന് മുമ്പ് അവരാണ് എല്ലാ വർഷവും രംഗപൂജ അവതരിപ്പിക്കുക. ചെവി കേൾക്കാത്ത, സ്വരത്തിൻ്റെ ലോകമില്ലാത്ത ഈ മക്കൾ നൃത്തം കളിക്കുന്നത് കണ്ട് ഞാൻ ഞെട്ടിയിട്ടുണ്ട്. ഞാൻ അവരെ അടുത്ത വർഷത്തേക്ക് ബുക്ക് ചെയ്യാൻ അവിടെ ചെന്നു. ഞാൻ പ്രിൻസിപ്പളിൻ്റെ മുറിയിലേക്ക് പെട്ടെന്ന് കയറി. പെട്ടെന്ന് സിസ്റ്റർ അവിടെ ഒരു ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, സോറി ഞാൻ കണ്ടില്ല, സിസ്റ്റർ സംസാരിച്ചോളൂ, എനിക്ക് തിരക്കില്ല, ഞാൻ പുറത്ത് നിൽക്കാം. സിസ്റ്റർ പറഞ്ഞു, അയ്യോ ഫാദർ വരൂ, അച്ചുകൂടി ഇരിക്കേ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കല്ലേ? സിസ്റ്റർ പറഞ്ഞു, ഇല്ലേ അച്ഛാ, അച്ഛനും കൂടി ഈ അമ്മച്ചിയുടെ സങ്കടം കേൾക്ക്, അച്ഛൻ ഈ സങ്കടം കേട്ടാ അച്ഛനും പ്രാർത്ഥിക്കാലോ. ഞാൻ ചോദിച്ചു എന്താണ്? സിസ്റ്റർ പറഞ്ഞു, ഈ അമ്മച്ചിക്ക് 2 പെൺമക്കളാണ്, 7ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഇവിടെ പഠിക്കുന്നു. 2 പേര് സംസാരിക്കുകയില്ല, ചെവിയും കേൾക്കത്തില്ല. അപ്പോൾ അമ്മച്ചി പറയായിരുന്നു, മറ്റു മക്കളൊക്കെ കുസൃതി പറഞ്ഞ് അമ്മാന്ന് വിളിച്ച് വർത്താനം പറഞ്ഞ് അവരുടെ അമ്മമാരുടെ അടുത്ത് ചെലവഴിക്കുമ്പോൾ മരിക്കണേക്കാൾ മുമ്പ് എൻ്റെ മക്കൾ എന്നെ അമ്മായൊന്നൊന്ന് വിളിച്ചു കേൾക്കാൻ കൊതിയാകുന്നു എന്ന്. അങ്ങനെ പറഞ്ഞതേ ദേ ആ അമ്മച്ചി കരയാൻ തുടങ്ങി. അപ്പോഴേക്കും മക്കൾ വന്നു. അമ്മ വന്നു എന്ന് കേട്ട് സന്തോഷത്തിൽ ഓടി വന്നത്. പെട്ടെന്ന് അമ്മ കരയുന്നത് കണ്ട് അവരുടെ മുഖം പോയി. സിസ്റ്റർ അവരെ വിളിച്ചു. അവരോട് പ്രത്യേകമായ ഭാഷയിൽ സിസ്റ്റർ പറഞ്ഞു, എന്തിനാണ് അമ്മ കരയണേന്നറിയോ? അമ്മ എന്ന് വിളിക്കാത്ത കാരണം. അമ്മേനെ ദേ ഇപ്പോൾ അമ്മ എന്ന് വിളിച്ചാൽ അമ്മ ഇപ്പോൾ ചിരിക്കും, അമ്മേനെ ഒന്ന് ചിരിപ്പിക്കേ, അമ്മ എന്ന് പറയും. ഞാൻ പറഞ്ഞു നോക്കുമോളൂ. പെട്ടെന്ന് മൂത്ത മോള് സിസ്റ്ററുടെ മുഖത്ത് നോക്കി, അമ്മയുടെ മുഖത്ത് നോക്കി, അനിയത്തിയുടെ മുഖത്ത് നോക്കി, പരിചയമില്ലാത്ത എൻ്റെ മുഖത്ത് നോക്കി. ഞാൻ പറഞ്ഞു, വിളിക്കുമോളൂ. പെട്ടെന്ന് ആ കുഞ്ഞുമോള് അമ്മയെ വിളിക്കാൻ തുടങ്ങി. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് കുറച്ചു നേരം കഴിഞ്ഞതേ ആ കുഞ്ഞുമോള് പൊട്ടിക്കരഞ്ഞു. അമ്മ എന്നൊന്നും വിളിക്കാനാകാതെ ആ കുഞ്ഞുമോള് തളർന്നിരുന്നു പോയി. എല്ലാവരും കരച്ചിലാണ്, ഞാനും കരഞ്ഞുപോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കൂട്ടക്കരച്ചിലുടെ വക്കിലാണ്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, സിസ്റ്ററെ ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളെ വിളിച്ചു. ഞാൻ പറഞ്ഞു, മോളു അമ്മ എന്ന് വിളിക്കാൻ വളരെ എളുപ്പമാണ്, വായ തുറന്ന് ആ എന്ന് പറയുക, അടച്ച് മ എന്ന് പറയുക, ഇത്രയേ ഉള്ളൂ. അച്ഛൻ വേണമെങ്കിൽ ഒരു ട്യൂഷൻ എടുത്ത് തരാം, ഇത്ര കാര്യമുള്ളൂ. അതിനാണ് ഈ അമ്മ എല്ലാവരും കരയണത്. കുഞ്ഞുമോള് അമ്മ എന്നൊന്ന് വിളിച്ചേ. ഞാൻ 3-4 ആവർത്തി കാണിച്ചു കൊടുത്തിട്ട് ആ കുഞ്ഞുമോളോട് അമ്മ എന്ന് പറയാൻ പറഞ്ഞു. പെട്ടെന്ന് അവൾ വാ തുറന്ന് ഇങ്ങനെ കുറച്ചു നേരം കഴിയല്ല ആ മോള് കരഞ്ഞോണ്ട് പുറത്തേക്ക് ഓടി. ഇപ്പോഴുള്ളവർ എന്തോരം പേരാണ് സംസാരിക്കാനാകാതെ സങ്കടപ്പെടുന്നത്, എന്തോരം മക്കളാണ് ചെവി കേൾക്കാതെ സങ്കടപ്പെടുന്നത്, എന്തോരം പേരാണ് നടക്കാൻ സാധിക്കാതെ നിത്യരോഗികളായി ഭവനങ്ങളിലുള്ളത്, എന്തോരം പേരാണ് മെൻ്റലി ചലഞ്ചഡായി റിട്ടാർഡായി ഓരോരോ സ്ഥാപനങ്ങളിലുള്ളത്, എന്തോരം മക്കളാണ് കണ്ണില്ലാത്ത മക്കളായി ഭവനത്തിലുള്ളത്. പ്രിയമുള്ളവരെ, കണ്ണ് കിട്ടിയവൻ അറിയട്ടെ ഞാൻ ദൈവത്തിൻ്റെ ഒരു ഔദാര്യമാണെന്ന്. കണ്ണുള്ള മക്കളെ കിട്ടിയ മാതാപിതാക്കൾ അറിയട്ടെ ഈ മക്കൾ എൻ്റെ ദൈവത്തിൻ്റെ കാരുണ്യമാണെന്ന്. ആര് കരുതരുത് എൻ്റെ കുടുംബ മഹിമ കൊണ്ട്, എൻ്റെ പുണ്യത്തിൻ്റെ വലുപ്പം കൊണ്ട്, നന്മ കൊണ്ട്, സമ്പത്ത് കൊണ്ട്, സൗന്ദര്യം കൊണ്ട് കിട്ടിയ മക്കളാണെന്ന്. ഇപ്പോഴുള്ളവരെ മക്കളില്ലാത്ത കരയുന്നവർക്കിടയിൽ മക്കളെ കിട്ടിയ ഞാൻ ദൈവത്തിൻ്റെ ഔദാര്യമാണ്. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ മക്കളില്ലാതിരുന്ന സക്രിയായിക്കും എലിസബത്തിനും മകനെ കിട്ടിയപ്പോൾ ദൈവം അവരോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽവക്കക്കാരും ബന്ധുക്കളും സന്തോഷിച്ചത്. പ്രിയമുള്ളവരെ, നമുക്കും സന്തോഷിക്കാനാകട്ടെ. മക്കളെ ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണെന്ന്, എൻ്റെ ഈ ജീവിതം ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണെന്ന വലിയൊരു തിരിച്ചറിവ് ഓരോ മാതാപിതാക്കൾക്കുണ്ടാകട്ടെ. നന്ദിയോടെ ജീവിക്കാൻ, നന്ദിയുള്ള മക്കളായി ജീവിക്കാൻ, മക്കളെ ദൈവത്തിന് കാഴ്ചവെച്ചുകൊണ്ട് വളർത്താൻ, ദൈവത്തിന് പ്രീതികരമായി വളർത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഈ വചനഭാഗത്തിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, മലനാട്ടിലെങ്ങും സംസാര വിഷയമായി ഒരാശ്ചര്യപ്പെട്ടു ഈ ശിശു ആരായിത്തീരുമെന്ന്. കാരണം ദൈവത്തിൻ്റെ കരം അവൻ്റെ മീതെ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവം വലിയ കാരുണ്യം കാണിച്ചു തന്ന മക്കൾക്ക് ദൈവത്തിൻ്റെ കരം കൊടുത്ത് വളർത്താൻ, ഈ മക്കളൊക്കെ ആളുകളുടെ അത്ഭുതങ്ങളായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് മക്കളെ പ്രതി എല്ലാ ദിവസവും ദൈവത്തിന് നന്ദി പറയാൻ, മക്കളില്ലാത്ത മാതാപിതാക്കളെയും മറ്റുള്ളവരെയും അധിക്ഷേപിക്കാനും അവർ ദൈവത്തിൻ്റെ ശാപമാണെന്നൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കാതിരിക്കാൻ ഈ വചനഭാഗം നമ്മളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.